പേജ് നമ്പർ 77-ലെ ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വശങ്ങൾക്കെല്ലാം ഒരേ നീളവും എന്നാൽ വ്യത്യസ്ത കോണുകളുള്ളതുമായ ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? സൈഡ്സ് ഹാവിങ് ഈക്വൽ ലെങ്ത്. സൈഡ്സിന് തുല്യ നീളാണ്, എന്നാൽ ആംഗിൾസ് ഡിഫറൻ്റ് ആണ്. ആംഗിൾസ് ഡിഫറൻ്റ് ആണ്, വ്യത്യസ്ത ആംഗിളാണ്. വശങ്ങൾ തുല്യം, വശങ്ങൾ തുല്യം, കോൺ വ്യത്യസ്തം. കോൺ വ്യത്യസ്തമായിട്ടുള്ള എന്തുണ്ടാകണം എന്നാണ് പറഞ്ഞത്? സമഷഡ്ഭുജം. ശ്രദ്ധിക്കുക, സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഹെക്സഗൺ. സമഷഡ്ഭുജം അല്ല, ഷഡ്ഭുജം. ഓക്കെ, ഷഡ്ഭുജം. സമഷഡ്ഭുജാവില്ല, ഹെക്സഗൺ. 6 വശമുള്ളത് വരക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം പറയുമ്പോൾ വരക്കേണ്ടത് എന്താണ്? ഹെക്സഗൺ ആണ് വരക്കേണ്ടത്, ഷഡ്ഭുജാണ്. അതിൻ്റെ 6 സൈഡുകൾ ഈക്വൽ ആണ്, വശങ്ങൾ തുല്യാണ്, പക്ഷെ ആംഗിള് വ്യത്യാസമാണ്. അപ്പൊ ആംഗിൾ വ്യത്യാസമായാലും കോണുകൾ വ്യത്യസ്തങ്ങളായാലും എല്ലാ കോണുകളും കൂട്ടി എത്ര കിട്ടും? നമുക്ക് 720 ഡിഗ്രി കിട്ടും. അപ്പൊ ടോട്ടൽ ആംഗിൾസ് ആകെ കോണുകൾ അല്ലെങ്കിൽ കോണിന്റെ തുക, ആകെ കോണുകൾ എത്ര കിട്ടും നമുക്ക്? കോണുകളുടെ തുക നമുക്ക് കിട്ടും 720 ആണ്. അതിൽ നിന്ന് അതിൻ്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 720 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എത്ര വരും? 120 ഡിഗ്രി വരും. ഈക്വൽ ആയാൽ, ശ്രദ്ധിക്കുക, ഈക്വൽ ആയാൽ 120 ഡിഗ്രി വരും. എന്നാൽ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ആംഗിള് ഈക്വൽ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വരക്കാൻ പറ്റുന്നില്ലതാണ്. നോക്കൂ കുട്ടികളെ, സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വശങ്ങൾ തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വശങ്ങൾ നമ്മൾ 3 സെന്റിമീറ്റർ സൈഡ് നമ്മൾ എടുക്കുക. 3 എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സെന്റിമീറ്റർ വേണമെങ്കിൽ 4 സെന്റിമീറ്റർ എടുക്കാം. വലിയ ചിത്രമാവുന്നേ ഉള്ളൂ. അപ്പൊ 3 സെന്റിമീറ്റർ സൈഡുള്ള വ്യത്യസ്ത കോണുകളുള്ള ഒരു ഷഡ്ഭുജമാണ് നമ്മളിവിടെ വരക്കുന്നത്. ശ്രദ്ധിക്കേ, എല്ലാ കോണുകളും ഈക്വൽ ആണെങ്കിൽ 120 വരും. അപ്പൊ വ്യത്യസ്തങ്ങളാവുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആംഗിൾ എടുക്കാനുള്ള ഏകദേശം ഒരു എളുപ്പ വഴി, ഈ 120ന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആംഗിൾ ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വരക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതായത് 120 ആണ് എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആംഗിൾ എടുക്കാം, 100 എടുക്കാം. അതിൻ്റെ അടുത്തുള്ള ആംഗിൾ 130 എടുക്കുക, 110 എടുക്കുക, 120 എടുക്കുക. ഇങ്ങനെയുള്ള ആംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് 120നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആംഗിൾ, തൊട്ട് മുകളില് തൊട്ട് താഴെ ഉള്ള ആംഗിളുകൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതേപോലെയുള്ളതൊന്ന് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ആദ്യം എങ്ങനെ ഇത് വരക്കാൻ പറ്റും നോക്കാം. ആദ്യം നിങ്ങൾ 3 സെന്റിമീറ്റർ ഉള്ള ഇത് ഞാൻ വായിച്ചതിന് ശേഷം ഞാനിവിടെ വരക്കാം. നോക്കൂ, സൈഡ് ഞാൻ 3 എടുത്തു. 3 എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സെന്റിമീറ്ററും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ ആദ്യം എടുത്തു. 3 സ്കെയിലില് 3 സെന്റിമീറ്റർ എടുത്തു. ആ 3 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ കോണുകളും ഷഡ്ഭുജത്തിന്, ഹെക്സഗണിന് ഈക്വൽ ആണെങ്കിൽ, തുല്യാണെങ്കിൽ 120 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിന് തൊട്ടപ്പുറം ഇപ്പുറം ഉള്ള ആംഗിളുകളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 100 ഡിഗ്രി എടുക്കുക. ഓക്കെ, 100 ഡിഗ്രി. അപ്പൊ ഇവിടെ വെച്ചിട്ട് 100 ഡിഗ്രി, പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 120 എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 130 എടുക്കാം. 120 അല്ലെങ്കിൽ 30 എന്നില്ല, അല്ലെങ്കിൽ 100 എന്നില്ല ഒരാംഗിള് നിങ്ങൾ ആദ്യം എടുക്കുന്നു. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ആ 100 എന്നുള്ള ആംഗിൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കെയിൽ വെച്ച് അത് നീട്ടി വരക്കുന്നു. നമ്മൾ
പെന്റഗൺ നമ്മൾ പഞ്ചഭുജം വരച്ചത് മാതിരി ഇത് നീട്ടി വരക്കുന്നു. ഇത് നീട്ടി വരച്ചിട്ട് അതിൽ നിങ്ങൾ എത്ര എടുക്കുന്നു? ഇത് 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും എത്ര എടുക്കുന്നു? 3 സെന്റിമീറ്റർ ഇതും മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് ഞാനിപ്പോ എടുത്തത് 100 ഡിഗ്രിയാണ് എടുത്തത്. 100 ഡിഗ്രി എടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 130 120 ഡിഗ്രി നിങ്ങൾ ഇവിടുന്ന് എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രൊട്രാക്ടർ വെക്കുക. ഈ പോയിന്റിൽ കേട്ടോ, പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 130 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, 130 ഡിഗ്രി എടുക്കുക. അങ്ങനെ അത് വരച്ചിട്ട് നോക്കൂ, അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് അതിലും എത്ര എടുക്കുക? അതിലും നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി, ഇത് നേരത്തെ 3 എടുത്തത് മാതിരി ഇവിടെയും എത്ര എടുക്കുക? 3 സെന്റിമീറ്റർ നിങ്ങൾ ഇവിടെയും എടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുതെടുത്തു കേട്ടോ. 3 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ നമുക്ക് 130 എടുക്കുക. അപ്പൊ 100 എടുത്തു, 130 എടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തില്ലേ, ഇവിടെ ഞാൻ 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആവശ്യം നമുക്കില്ല. അവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടെയും പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു 110 നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കുക. 110 എടുക്കുക. അപ്പൊ ഏതെല്ലാം ആംഗിൾ എടുക്കുക? 100 എടുക്കുക, 130 എടുക്കുക, 110 എടുക്കുക, 120 എടുക്കുക, 140 എടുക്കുക. ഇനി 120 വരെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. എന്താണ് ഗുണം? നോക്ക്, 110 130 കൂട്ടിയാൽ 240 ആയി. നോക്കിയേ, ശ്രദ്ധിച്ചാൽ ഇത് രണ്ടും കൂട്ടിയാൽ 240 ആയി. 100ഉം 140ഉം കൂട്ടിയാലും എത്രയായി? 240 ആയി. ഇനി ബാക്കി എത്രയാ വേണ്ട? അപ്പൊ 240 ആയി. പിന്നെന്താ വേണ്ട? ഒരു 120 എടുത്താൽ മതി. അപ്പൊ എത്രയായി? ആകെ 720 ആവും. എങ്ങനെയാ? 100ഉം 140ഉം 240 ആയി. ശ്രദ്ധിച്ചാൽ 240, 130ഉം 110ഉം 240 ആയി. പിന്നെ 120ഉം 120ഉം എത്ര? 240. 120 എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ഡിഫറന്റ് ആംഗിള്, വ്യത്യസ്ത കോണുകളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്ത്, എല്ലാം ഒരേപോലെ 120 120 120 120 അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അളവെടുക്കാം. പക്ഷെ ഞാനിത് പറഞ്ഞിരിക്കുന്നത് 120ന്റെ തൊട്ട് താഴെ 110, 120ന്റെ തൊട്ട് മേലെ 130, പിന്നെ ഈ 110ന്റെ താഴെ 100, പിന്നെ 130ന്റെ മേലെ 40. അപ്പൊ ഈ 120ൽ നിന്ന് 120 എടുക്കുക. എന്നിട്ട് 120ന്റെ 10 താഴെ 10 മേലെ, 20 താഴെ 20 മേലെ എന്നുള്ള ആംഗിള് ഒന്ന് ഓർമ്മിച്ചിട്ട് വെച്ചാൽ നിങ്ങൾക്ക് വരക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടുന്ന് 130 വരച്ചു, 130 വരച്ചിട്ട് പിന്നെ 100 വരച്ചു, 130 വരച്ചു, 110 പിന്നെ വരക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു 110 വരക്കാൻ പറ്റും. ആ 110ലും നിങ്ങൾ എത്ര എടുക്കുക? 3 സെന്റിമീറ്റർ അതിലും മാർക്ക് ചെയ്യുക. ഇവിടുന്ന് സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ 110 എന്ന് എഴുതുക. ഇനി ബാക്കി എത്രയുള്ള? 140 ഉണ്ട്, 120 ഉണ്ട്, 120 ഉണ്ട്. പിന്നെ 140 വരക്കുക. അപ്പൊ 140 വരച്ചിട്ട് നോക്ക്, ഇവിടുന്നും വരക്കാം കേട്ടോ, ഇവിടുന്നും വരക്കാം, ഇവിടുന്നും വരക്കാം. നിങ്ങൾക്ക് രണ്ട് ഭാഗത്തുനിന്നും വേണം വരക്കാം. 140 ഇങ്ങോട്ട് വരക്കുക. അപ്പൊ ഇത് 140 എടുക്കുക. പിന്നെ 120 നമുക്ക് വരക്കണം. അപ്പൊ ഒരു 120 വരക്കുക. ഇത് ഒരേ നീളം വേണേ, ഞാനിങ്ങനെ റഫായിട്ട് വരക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരു 120 ഉണ്ടാവും. പിന്നെ നമുക്കൊരു 120 നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരേപോലെ ഒരേ നീളമായിരിക്കും കേട്ടോ. ഞാൻ റഫായിട്ട് വരക്കുമ്പോഴാണ് ചിത്രം ഇങ്ങനെ ആയി പോയത്. എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കും. പക്ഷെ എല്ലാ ആംഗിളും എല്ലാം കൂട്ടിയാല് എത്ര കിട്ടും നമുക്ക്? നേരത്തെ ഞാൻ പറഞ്ഞ 720 ആകെ കൂട്ടിയാൽ 720 കിട്ടും. ആ 720 ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ ആംഗിള് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്തൊക്കെയാണ്? ഒന്ന് സ്കെയിലാണ്, രണ്ടാമത്തത് ഏതാണ്? പ്രൊട്രാക്ടർ ആണ്. അപ്പൊ സ്കെയിലും പ്രൊട്രാക്ടറും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ ആംഗിളിന്റെ ക്രമവും പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ നീളമുള്ള വ്യത്യസ്ത കോണുകളുള്ള ഒരു ഷഡ്ഭുജം വരക്കാൻ പറ്റും. ഈക്വൽ സൈഡ്സ് ബട്ട് ഹാവിങ് ഡിഫറെന്റ് ആംഗിൾസ് ആയിട്ടുള്ള ഒരു ഹെക്സഗൺ നിങ്ങൾക്ക് വരക്കാൻ കഴിയും. പ്രൊട്രാക്ടറും
സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിത് കൃത്യമായിട്ട് വരക്കാൻ പറ്റും. ഓക്കെ, ശരി. ഞാനിത് വരച്ച് നോക്കിയിട്ടുണ്ട് പേപ്പറിൽ. അതിനുശേഷമാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരുപാട് ടൈം പോകുന്നതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഏകദേശം ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ കാണാൻ നമ്മൾ ഈ പറഞ്ഞ മാതിരിയില്ല, ഈ മോഡൽ ആയിരിക്കില്ല. ഏത് മോഡല്? ഈ നമ്മൾ സാധാരണ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ കുട്ടികളെ ഈ മോഡലല്ലേ നമുക്ക് വരിക, എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് ഇങ്ങനെയല്ലേ വരിക. പക്ഷെ ഈ മോഡൽ ആയിരിക്കില്ല, പല കോണും ചെരിഞ്ഞു മറിഞ്ഞിട്ടുണ്ടാവുക പോവുക. കാരണം വെവ്വേറെ ആംഗിൾ അല്ലേ, എല്ലാം ഒരേ ആംഗിൾ അല്ലല്ലോ. ഇവിടെ എല്ലാം എത്രയായിരിക്കും? 120 120 120 രീതിയാണ് വരിക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ഈ പോയിന്റിൽ എന്താ വരയ്ക്കേണ്ടത്? സ്കെയില് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരക്കണം. ആംഗിളിന്റെ പ്രത്യേകത എഴുതുക. 120 ഡിപ്പെൻഡ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം ആക്കുക. എന്തുകൊണ്ടാണ് 120 ഡിപ്പെൻഡ് ചെയ്യുന്നത്? എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ ഒരു കോൺ 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വ്യത്യസ്തം വരുമ്പോൾ അതിൽ നിന്ന് അപ്പുറം ഇപ്പുറം മാറ്റി മാറ്റി എഴുതുക. ഓക്കെ, ശരി. അതിലത്തെ രണ്ടാമത്തെ ഭാഗം, അതിലൊന്നിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നിങ്ങൾ ഒരു ഹെക്സഗൺ വരക്കുക. ഹെക്സഗണിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, എന്നാൽ വശങ്ങള് വ്യത്യാസമാണ്. നേരത്തെ വരച്ചത് എങ്ങനെയാ? വശങ്ങള് തുല്യാണ്, കോണുകൾ വ്യത്യാസമാണ് അല്ലെ. നേരത്തെ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഡിഫറെന്റ് ആണ്. എന്നാൽ ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണ്, എന്നാൽ സൈഡ്സ് ഡിഫറെന്റ് ആണ്. അതെങ്ങനെ വരക്കാൻ പറ്റുന്നതാണ്. അത് ആ സൈഡും കിട്ടിയാൽ മതി നമ്മൾക്ക്. അത് കിട്ടാനുള്ള വഴി നമുക്ക് സാധാരണ നമ്മൾ വരക്കുന്നത് എങ്ങനെയാ? സാധാരണ നമ്മൾ വരക്കുന്നത് സൈഡ് എത്രയായിട്ടാ പൊതുവെ വരക്കുന്നത്? നമ്മൾ നേരത്തെ വരച്ചത് 3 സെന്റിമീറ്റർ ആയാണ് വരച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 3ൽ നിന്ന് 1/2 സെന്റിമീറ്റർ കൂട്ടുക, 3ൽ നിന്ന് 1/2 സെന്റിമീറ്റർ കുറക്കുക. അതായത് 3.5 എടുക്കുക, 2.5 എടുക്കുക. പിന്നെ അതിന്റെ കൂടെ 3ന്റെ കൂടെ 1 കൂട്ടുക, അതേപോലെ 3 1 കുറക്കുക. എന്നിട്ട് 0.5 അപ്പുറാക്കുക, 0.5 ഇപ്പുറാക്കുക. കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ബന്ധപ്പെടുത്തി നമുക്ക് 6 നമ്പറുകൾ എടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പൊതുവെ ഇതിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എടുക്കാം 3 എടുക്കാം, 4 എടുക്കാം. അതേപോലെ തന്നെ ഇതിപ്പോ 1 കൂട്ടി, ഇനി എന്ത് ചെയ്യാം? 2.5 3ആയിട്ടുള്ള കണക്ഷൻ ആണ് എടുക്കുന്നത്. 3.5 എടുക്കുക, 4.5 എടുക്കുക, നമുക്ക് 2 എടുക്കുക. അപ്പോ നമ്മൾക്ക് വരക്കേണ്ട കാര്യങ്ങളായി. നോക്ക്, 3 ഉണ്ട് ഇവിടെ, 2.5, പിന്നെ 2 ഉണ്ട്, പിന്നെ 3.5 ഉണ്ട്, 4 ഉണ്ട്, 4.5 ഉണ്ട്. അപ്പൊ 2.5 മുതൽ എത്ര? 3 ഉണ്ടായോണ്ട 2.5 വരുന്നത്. 2.5 മുതൽ 4.5 വരെയുള്ള മെഷർമെന്റ് നമ്മൾ സൈഡായിട്ട് എടുക്കുക. ശ്രദ്ധിക്കുക, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എത്ര കിട്ടും? ഇത് നമ്മൾ സൈഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. വശങ്ങൾ നമ്മൾ ഈ തരത്തിൽ എടുക്കുകയാണ്. ഓക്കെ, വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ നമ്പറുകൾ ഇങ്ങനെ മാറ്റിയിട്ട് എടുക്കണം. 3 4 5 എന്ന രീതിയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ താഴോട്ടും അതേമാതിരി വരും. പക്ഷെ ചിത്രം ഒരു പ്രയാസം ഉള്ള മാതിരി ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിത്രം വരക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കുക. ഒരു ലൈൻ വരച്ചതിന് ശേഷം എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ എത്ര കിട്ടും? നമുക്ക് 1 ആംഗിള്, ഒരു കോൺ നമുക്ക് കിട്ടും. എല്ലാ കോണുകളും കൂട്ടിയ 720 ആണ്. അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 120 ഡിഗ്രി കിട്ടും. അപ്പൊ 1 ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. അപ്പൊ എല്ലായിടയ്ക്കും 120 ഡിഗ്രി, 120 ഡിഗ്രി, 120 ഡിഗ്രി, 120 ഡിഗ്രി. അല്ല, ഞാൻ എഴുതണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് എഴുതി. 1 2 3 4 5 120 ഡിഗ്രി, 6 120 ഡിഗ്രി വരും. ആര്? ആംഗിൾസ്, കോണുകൾ. ഓക്കെ, കോണുകൾ 6 വരും. ഓക്കെ, സൈഡുകൾ മാറും. അപ്പൊ നേരത്തെ നമ്മൾ വരച്ച മാതിരി നമ്മൾ എവിടെയും വരച്ചാൽ മതി. ഞാൻ കുറച്ച് താഴ്ത്തി വരക്കാം. ആദ്യം ഒരു 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, 3 സെന്റിമീറ്റർ വരച്ചു. ഈ 3 സെന്റിമീറ്റർ നമ്മൾ വരച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? 120 ഡിഗ്രി എടുക്കുകയാണ്. പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തിട്ട് എത്ര വരുന്നു? പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 120 ഡിഗ്രി, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 120 ഡിഗ്രി, 110, 100, 110, 120. ഇവിടെ 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ആ ജോയിൻ ചെയ്തിട്ട് ശ്രദ്ധിക്ക,
ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സൈഡ് നമ്മൾ എത്ര എടുത്തത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, 4 സെന്റിമീറ്റർ എടുക്കുക. ഇത് 3 സെന്റിമീറ്റർ എടുത്തിന്. അപ്പൊ 4 സെന്റിമീറ്റർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നീളത്തിലേക്ക് വരും. ഓക്കെ, ഇത് ഞാൻ 4 സെന്റിമീറ്റർ എടുത്തു. ഇത് 4 സെന്റിമീറ്റർ ആയി. ഇനി എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യുക, സിമ്പിൾ ആണ്. വീണ്ടും ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് വീണ്ടും 120 ഡിഗ്രി എടുക്കുക. 100, 110 ഒരേ ആംഗിള് 120 ഡിഗ്രി എടുക്കുക. അത് വീണ്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിന്റെ സൈഡ് എത്ര, 2.5 ആണ്. അപ്പൊ അതിനേക്കാളും കുറവ് മതി. 2.5 നമ്മൾ വരക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, 2.5 എടുത്തു. ഇത് 120 ഡിഗ്രി ആണ്, ഇതും 120 ഡിഗ്രി, എല്ലാം 120 ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് എടുക്കാം. എത്ര, നമുക്ക് 120, 120, ഇനി ഒരു 120 നമുക്ക് എടുക്കാം. എല്ലാ സ്ഥലത്തു നിന്നും എത്ര എടുത്താൽ മതി, എല്ലാ സ്ഥലത്തു നിന്നും നിങ്ങൾ 120 ഡിഗ്രി അളന്ന് എടുക്കുക. 120 അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ചെയ്യുമ്പോൾ അത് എത്ര സെന്റിമീറ്റർ നമുക്ക് എടുക്കാം, 3 എടുത്തു, 4 എടുത്തു, 2.5 എടുത്തു. ഇനി 3.5 3.5 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരളവ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് എഴുതുക. അപ്പൊ ഇത് 3.5 ആയിട്ട് എടുക്കുക. ഇത് 120 ഡിഗ്രി എടുക്കുക. ഇനി നമുക്ക് എത്രയുണ്ട്, ഇനി നമുക്കുള്ളത് 4.5 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വരച്ചിട്ട് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേമാതിരി വെച്ചിട്ട് 120 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ 120 ഡിഗ്രിക്ക് നമ്മള് 120 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ എത്ര വരുന്നു, 4.5 വരും. ഇനി ഇവിടുന്ന് എത്ര എടുക്കുന്നു, നമ്മൾ 120 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്നു. അപ്പൊ അത് എത്ര ഉണ്ടാവും, 2 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ ഇത് 120 ഡിഗ്രിയാണ്. അപ്പൊ എല്ലാം 120 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ വരക്കുമ്പോൾ എന്ത് കിട്ടി, നമുക്ക് ആ ചിത്രം കിട്ടി. ഇനി ഏതെങ്കിലും ഒരു അളവെടുക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് 4.5 അല്ല, 4.4 മതി, അല്ലെങ്കിൽ 2 അല്ല, ഇത് 1.5 ആണ്. കുഴപ്പമില്ല, നിങ്ങൾ 2ന്റെ സ്ഥാനത്ത് തന്നെ 1.5 എഴുതിയാൽ മതി. എന്തേ പ്രത്യേകതയുള്ളൂ, ഈ പറഞ്ഞ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ആ വരക്കാൻ നമ്പറുകളെ എങ്ങനെ എടുക്കും എന്നതിൻ്റെ ഒരു ധാരണ മാത്രമേ വേണ്ടൂ. ഇതിന് കൃത്യമായിട്ട് മാറ്റണമെന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ വരക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. ആംഗിള് മാറ്റിക്കൂടാ, ഇത് മാറ്റം വരുത്താൻ കഴിയും. ഓക്കെ, അതിൽ വേറെ കുഴപ്പങ്ങളില്ല. പിന്നെ ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയും കുറവാണ്. കാരണം എന്താ, എല്ലാ കുട്ടികളും ഒരേ മാതിരിയല്ലല്ലോ ചിത്രം കിട്ടുക. എല്ലാ കുട്ടികൾക്കും ഇതേമാതിരി തന്നെ അളവെടുക്കണം എന്നില്ലല്ലോ. പലതരത്തിലുള്ള അളവെടുത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ കാര്യം മനസ്സിലാക്കി പഠിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പഠിക്കുക. ഇങ്ങനെ റൗണ്ട് ഈ 3ന്റെ ചുറ്റുമുള്ള, അതായത് 3യുടെ ചുറ്റുമുള്ള നമ്പറാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഏകദേശം നമുക്ക് എങ്ങനെ കിട്ടും, ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തില് ഒരു ഷഡ്ഭുജം തന്നിട്ടുണ്ട്. അതിന്റെ മൂലകളെല്ലാം വൃത്തത്തിലെ ബിന്ദുക്കളാവുന്ന രീതിയിലാണ് വന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർക്കിളിലാണ്, വൃത്തത്തിലാണ് എല്ലാ മൂലകളും വരുന്നതെങ്കിൽ അതൊരു റെഗുലർ പോളിഗൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു സമഷഡ്ഭുജമാണ്. ഈ സമഷഡ്ഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ ഇതിന്റെ ഒരു വശം ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു സൈഡ് വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടത്തേക്കുള്ള നീളത്തിന് തുല്യമായിരിക്കും. ഇത് സെന്റർ ആണെങ്കിൽ ഇതിനെ O എന്ന് ഞാൻ വിളിച്ചാല് ഇവിടത്തേക്കുള്ള ദൂരവും ഈ സൈഡിന്റെ നീളവും ഈക്വൽ ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പോ നമ്മൾക്ക് ഇവിടെ നോക്കാം. നമുക്ക് പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതെത്രയാണ്, ഒരു റെഗുലർ ഹെക്സഗൺ ആണ്, സമഷഡ്ഭുജാണ്. സമഷഡ്ഭുജ ആയത് കൊണ്ട് തന്നെ ഒരു വൃത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടോട്ടൽ എത്ര ആംഗിൾ ആണ് വരിക, 360 ഡിഗ്രിയാണ് വരിക. ഈ 360 ഡിഗ്രിയെ നമുക്ക് നോക്കൂ കുട്ടികളെ, ദാ ഇങ്ങനെ 6 കഷ്ണങ്ങളാക്കിയാല് ഈ ഒരു കഷ്ണം എത്ര ഡിഗ്രി വരും, 60 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ, കാരണം ടോട്ടൽ 360 ആണ്,
360 6 പീസാക്കിയാൽ ഒരു പീസ് 60 ഡിഗ്രി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ ഈ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടും? 120 കിട്ടും. കാരണം ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ് വരിക, 3 ആംഗിളും കൂട്ടിയാൽ. അപ്പോഴ് നോക്കൂ കുട്ടികളെ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഈ 180 നിന്ന് ഈ 60 കുറച്ചിട്ടുള്ള 120 ഡിഗ്രിയാണ് ആരെ കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുക. അതിനു വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനെ ഞാൻ എക്സ് എടുക്കാം, ഇതിനെ വൈ എടുക്കാം. എക്സും വൈയും കൂട്ടിയാല് 120 ഡിഗ്രി കിട്ടും. പക്ഷെ എക്സും വൈയും ഈക്വൽ ആണ്, തുല്യാണ്. എന്താ കാരണം? ഇതാ ഈ വരയും ഈക്വൽ ആണ്. അതുകൊണ്ട് ത്രികോണത്തില് 2 വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് ഒരു ട്രയാങ്കിളില് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോ ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പൊ 120നെ 2 തുല്യാക്കി കഴിഞ്ഞാൽ എത്ര വരും? 60 ഡിഗ്രി വരും. അപ്പോ ഇതെത്ര കിട്ടും? 60. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും ഈക്വൽ ആണ് എങ്കിൽ അത് എന്ത് ത്രികോണായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതായത് സമഭുജ ത്രികോണായിരിക്കും. സമഭുജ ത്രികോണായിരിക്കും ഇത് വരിക. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എല്ലാ വശവും തുല്യമാണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. അതായത് all sides are equal. all sides ഈക്വൽ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ സൈഡിന് തുല്യാണ് ഈ സൈഡ്. ഇതിന്റെ പേര് ഞാൻ AB എന്ന് വിളിച്ചാല് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC എന്ന് ഞാൻ പേര് ABO എന്ന് ഞാൻ പേര് കൊടുക്കാം. ട്രയാങ്കിൾ ABO ഈക്വലാറ്ററൽ ആണ്, അല്ലെങ്കിൽ ട്രയാങ്കിൾ ABO സമഭുജ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? OB സമം AB എന്ന് എഴുതാൻ പറ്റും. OB സമം AB. OB എന്ന് പറഞ്ഞാൽ ആരാണ്? റേഡിയസ് ആണ്. OB എന്ന് പറഞ്ഞാല് റേഡിയസ്. ആരാണ്? ആരം. അപ്പൊ ആർക്ക് തുല്യം? ആർക്ക് തുല്യം? AB എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡാണ്. എന്താണ്? ഒരു വശമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയില്ലേ? റേഡിയസ് ആർക്ക് സൈഡിന് ഈക്വലായി, ഇത് ഈക്വലായി. ഇനി എത്ര സെന്റിമീറ്റർ ആണോ നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ, എന്ത് പറയാൻ പറ്റും? ഇതിന്റെ സൈഡ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് 5. ഇതിന്റെ സൈഡ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര വരും? 6 സെന്റിമീറ്റർ വരും. ഏതില്? റെഗുലർ ഹെക്സഗൺ ഒരു സർക്കിളില് ഇൻസ്ക്രൈബ് ചെയ്താൽ. ഓക്കെ, അതിന്റെ ഉള്ളില് വന്നാലാണ് ഈ ഒരു പ്രത്യേകത ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചോദ്യമുണ്ട്. വശങ്ങൾ തുല്യമാണോ? എന്തുകൊണ്ട്? അതെ, വശം റേഡിയസിന് ഈക്വൽ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക ഇത് ത്രികോണം സമഭുജ ത്രികോണമാണ്, വശങ്ങള് തുല്യമാണ്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വശം 3 സെന്റിമീറ്റർ ആയ സമഅഷ്ടഭുജം വരയ്ക്കുക. അതായത് സൈഡ് 3 സെന്റിമീറ്റർ ആവുന്ന രീതിയിലുള്ള റെഗുലർ ഒക്ടഗൺ വരയ്ക്കുക. റെഗുലർ ഒക്ടഗൺ ആണ്, സമഅഷ്ടഭുജാണ് വരക്കേണ്ടത്. സമഷഡ്ഭുജാണ് നമ്മൾ നേരത്തെ വരച്ചത്. റെഗുലർ ഹെക്സഗൺ ആണ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സൈഡ് ഈക്വൽ ആയിരിക്കും. റെഗുലർ ആയതുകൊണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെന്തായിരിക്കും? ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം റെഗുലർ ഹെക്സഗണിന് എല്ലാ സൈഡും ആംഗിൾ ഈക്വൽ. ഇപ്പൊ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്ററുടെ തന്നിട്ടുണ്ട്. ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, കോണുകൾ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ? അഷ്ടഭുജം. അപ്പൊ എത്ര സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞാല് 8 സൈഡ് ഉണ്ട്, 8 വശമുണ്ട്, 8 വശം. അപ്പൊ അതിന്റെ ടോട്ടൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ആംഗിൾ നമുക്ക് കിട്ടും n-2 × 180. അതായത് 8 - 2 × 180. അത് നമുക്ക് 6 × 180 1080 കിട്ടും.
ഓക്കെ. അപ്പൊ എത്ര സൈഡാ ഉള്ളത്? 8 സൈഡ്. ഈ 1080 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1 ആംഗിൾ എത്ര കിട്ടും? 1 ആംഗിള് 1080 ഡിവൈഡഡ് ബൈ 8. അപ്പോ 1 8 8 ബാക്കി 2 135 ഡിഗ്രി കിട്ടും ഒരാംഗിള്. ഒരാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺ. ഒരാംഗിള് ഒരു കോൺ. ഒരു കോൺ. ഓക്കെ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാല് ആകെ കോൺ. ആകെ കോൺ. ആകെ കോണിന് ഫോർമുല ഉണ്ടല്ലോ, n-2 × 150 എന്നുള്ള ഫോർമുല ഇവിടെ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ശരി. അപ്പൊ ഒരു കോൺ എത്ര കിട്ടി? 135 ഡിഗ്രി കിട്ടി. അപ്പൊ ഇനി ഈസി ആയിട്ട് വരക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം 3 സെന്റിമീറ്ററിൽ വര വരക്കുക. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 130 പ്രൊട്രാക്ടർ ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ. എന്നിട്ട് ഇവിടെ 135. ശ്രദ്ധിക്കണം, 135 കണ്ടുപിടിക്കുമ്പോ 130ന്റെയും 140ന്റെയും ഇടയിലാണ്. ശ്രദ്ധിക്കണേ, 130ന്റെയും 140ന്റെയും ഇടയിലാണ് എത്ര വരിക? 135 ഡിഗ്രി വരിക. ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ 130നും 140നും ഇടയിലുള്ള കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ 135 ഡിഗ്രി. ഇനി എന്നിട്ട് എത്ര സെന്റിമീറ്റർ എടുക്കുക? 3 സെന്റിമീറ്റർ എടുക്കുക. അപ്പൊ ഇതിനെ നമ്മൾ നീട്ടി വരച്ച് അതില് 3 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 135 ഡിഗ്രി എടുക്കുക. അപ്പൊ ഞാൻ ആ എഴുതിയത് ഞാനൊന്ന് മായ്ക്കാം. ഇത് 135 കണ്ടുപിടിക്കാൻ ഓർമ്മിക്കണേ. ഓക്കെ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് 135 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുക. 135 ഡിഗ്രി. അതിലും എത്ര എടുക്കുക? 3 സെന്റിമീറ്റർ അതിലും മാർക്ക് ചെയ്യുക. അവിടുന്ന് വീണ്ടും 135 എടുക്കുക. ഓക്കെ, 135 അവിടുന്ന് എടുക്കുക. അതിലും എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അവിടുന്ന് വീണ്ടും 135 എടുക്കുക. 135 എടുക്കുക. ഓക്കെ, അതിൽ വീണ്ടും 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 8 സൈഡുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. 8 സൈഡ് വരുവേ. നമുക്ക് വരുന്നത് 1 2 3 4 5 6 7 8 സൈഡുള്ളത് കിട്ടും. ഓക്കെ, 8 സൈഡുള്ളത് കിട്ടും. നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. 8 സൈഡുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വരക്കാൻ പറ്റും. ഓരോന്നിലും 135 ഡിഗ്രി എടുത്താൽ മതി. അപ്പൊ ഇതിൽ എന്താ പഠിക്കേണ്ടത്? സൈഡ് തന്നിട്ടുണ്ട് 3, ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, ശരി. ഇനി ഇത് ഇങ്ങനെ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ ആംഗിളിനെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഔട്ടർ ആംഗിൾ കിട്ടും, പുറകോണ് കിട്ടും. അതിൽ നിന്ന് 150 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇന്നർ ആംഗിളിന്റെ വിലയും കിട്ടും. ഓക്കെ, ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാതെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇന്നർ ആംഗിൾ, ഒരു അകകോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ പറയുന്നത് എന്താ? നമുക്ക് ഒരു സമ അഷ്ടഭുജം വരക്കുക. എന്ത് വരച്ചിട്ട്? 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ചിത്രം വരച്ചിട്ട്. ശ്രദ്ധിക്കുക, അത് വളരെ ഈസിയാണ്. 3 സെന്റിമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാല് ആരം. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തില് എന്ത് വരക്കണം? ഒരു സമാഷ്ടഭുജം വരക്കുക. അത് വരക്കാനുള്ള എളുപ്പ വഴി ശ്രദ്ധിക്കുക. എളുപ്പ വഴിയാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരക്കുക. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം കോമ്പസിൽ എടുത്തിട്ട് അതിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു വൃത്തം വരക്കുന്നു. ശ്രദ്ധിക്കുക, വൃത്തം വരച്ചു. സെന്റർ ഇതാണ്. ഇതെല്ലാവർക്കും ആവുമല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് കിട്ടുന്നത് എത്രയാണ് പറഞ്ഞത്? 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ 8 ടോട്ടൽ 360 ഡിഗ്രി ആയല്ലോ. അപ്പോ സെൻട്രൽ ആംഗിള് അതായത് അതിന്റെ സെന്ററിൽ വരുന്ന ഒരാംഗിള് എത്ര വരുന്നില്ല അറിയണം. 8 സൈഡ് വരും. 8 സൈഡ് വരുമ്പം അതിന്റെ ഈ സെന്ററിന് ഒരാള്, അതായത് ഇങ്ങനെ ഒരു വര വരുമ്പോ ഇങ്ങനെ ഒരു കോൺ ഉണ്ടാവുമല്ലോ. ഈ സെന്ററിനെ 8 പീസാക്കിയാൽ ഒരാംഗിൾ എത്ര വരുന്നു നോക്കാം. അത് കണ്ടുപിടിക്കാനുള്ള വഴി 360നെ
8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 8 കൊണ്ട് സെന്ററിൽ, അപ്പൊ 8 കഷ്ണം വരും സെന്ററിൽ. 360 8 കൊണ്ട് 45 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ എന്താ, ഈ സെന്ററിൽ ഒരു കഷ്ണത്തിന്റെ അളവ് 45 ഡിഗ്രി എടുക്കുക. നിങ്ങൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ 45 ഡിഗ്രി നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട്, ഇത് പ്രൊട്രാക്ടർ നാട് സെന്ററിൽ പ്രൊട്രാക്ടർ ഉണ്ട്, അവിടെ ഇവിടെ വെച്ചിട്ട് 45 ഡിഗ്രി, 45 ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നു, 45 ഡിഗ്രി. ആ 45 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുന്നു. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആദ്യം എന്ത് കണ്ടുപിടിച്ചു, സെൻട്രൽ ആംഗിൾ. വളരെ ഈസിയാണ്. ഇനി ചെയ്യുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നത്, കോമ്പസിൽ ഇത് കോമ്പസ് ആണെന്ന് വിചാരിച്ചോ. ഇത് കോമ്പസ് ആവുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു മുന ഇവിടെയും ഒരു മുന ഇവിടെയും വെക്കുക. പെൻസില് അവിടെയും ഇരുമ്പിന്റെ മുന അവിടെയും വെക്കുക. അപ്പൊ ഈ ദൂരം കിട്ടി, കണ്ടുവല്ലോ. ഈ ദൂരം കിട്ടിയതിന് ശേഷം ഈ ദൂരം നോക്കൂ കുട്ടികളെ, ഞാൻ മനസ്സിലായില്ലേ, ഈ ദൂരം ഞാൻ എടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഇവിടെ കുത്തിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഇവിടെ കുത്തിയിട്ട് അങ്ങനെ ഈ പറയുന്ന സ്ഥലത്തെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മള് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടാവുമ്പോ നിങ്ങൾക്ക് കിട്ടിയ എത്ര, 1 2 3 4 5 6 7 കിട്ടിയിട്ടു അല്ലെ. അപ്പോ എന്റെ ഈ 45 ഡിഗ്രി കറക്റ്റ് ആയിരിക്കില്ല. ഇതേമാതിരി 8 കഷ്ണം വരും കുട്ടികളെ. അപ്പൊ 45 മേലെ ആയിട്ടുണ്ടാവും ഇത്. ഓക്കെ, 8 45 ഒരേപോലെ വരേണ്ടതല്ലേ. അപ്പൊ കുറച്ചും കൂടെ അളവ് ഇങ്ങോട്ടും മാറ്റി ഞാൻ പിടിക്കാം, കുറച്ച് മാറ്റി പിടിക്കാം. ഓക്കെ, 2 ഇവിടെ 3 ആക്കാം. ശ്രദ്ധിക്കണേ, ഇത് 4 ആക്കാം, 5 ആക്കാം, 6 എത്രയായി, 1 2 3 4 5 6 7 8 കഷ്ണായി. 8 കഷ്ണാക്കിയാൽ 45 ഡിഗ്രി കറക്റ്റ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരച്ചു നോക്കിക്കോ, കൃത്യമായിട്ട് 8 കൃത്യമായിട്ട് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ഇവിടെ എല്ലാം ഈ ദൂരം എടുത്തേ, ശ്രദ്ധിക്കണേ, ഈ ദൂരം ശ്രദ്ധിക്കണേ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരാണ്. ഓക്കെ, അതാണ് എല്ലടിക്ക് മാർക്ക് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം സ്കെയില് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സ്കെയില് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് അഷ്ടഭുജം, അതായത് 8 സൈഡുള്ള ഈക്വൽ ആയിട്ടുള്ള ഒന്നിനെ കിട്ടി. ഇത് വരച്ച് പഠിക്കുക, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക. 8 സൈഡിലും നമുക്ക് ഇങ്ങനെ വരക്കാം. ഇനി 6 സൈഡുള്ളതും നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. 6ഉം 8ഉം നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്, ഒന്ന് 5 സൈഡുള്ളത് പഠിക്കണം, പെന്റഗൺ പഠിക്കണം. അങ്ങനെ എഴുതാം, പെന്റഗൺ വരക്കാൻ പഠിക്കണം. ഓക്കെ, പെന്റഗൺ വരക്കാൻ പഠിക്കുമ്പോൾ എത്ര വരും, സെൻട്രലിയുടെ 72 ഡിഗ്രിയാ വരും കേട്ടോ. സെൻട്രലിൽ 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവിടെ സെൻട്രൽ ആംഗിൾ വരല് 360/5 72 ഡിഗ്രി വരും. ഇനി ഹെക്സഗൺ ആണെങ്കിലോ, ഹെക്സഗൺ ആണെങ്കിൽ ഷഡ്ഭുജ ആണെങ്കിൽ അവിടെ വരല് 360/6 എത്ര, 60 ഡിഗ്രി വരും. പിന്നെ 7 സൈഡ് വരാൻ സാധ്യതയില്ല. കാരണം എന്താണ്, 360 7 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ 8 സൈഡ് ഒക്ടഗൺ ആണെങ്കിൽ 360 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 45 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത് എല്ലാം ഒരേമാതിരി. പെന്റഗൺ എന്ന് പറഞ്ഞാല് പഞ്ചഭുജം, ഓക്കെ. ഹെക്സഗൺ എന്ന് പറഞ്ഞാല് ഷഡ്, നേരത്തെ പറഞ്ഞിട്ടില്ലേ. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ അഷ്ടഭുജം, സമാഷ്ടഭുജാണ് റെഗുലർ. ഓക്കെ, അഷ്ടഭുജം. അപ്പൊ ഈ സെൻട്രലത്തെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി വരയ്ക്കാം. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. റേഡിയസ് തന്നിട്ട്, ആരം തന്നിട്ട് ഇവ വരക്കാൻ പറഞ്ഞാലാണ് ഇതേമാതിരി ചെയ്യേണ്ടത്. ആരം തന്നിട്ട്
വരക്കാൻ പറഞ്ഞാൽ. സൈഡ് തന്നിട്ടാണ് വരക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ സൈഡ് വരച്ച് പോവുക. പിന്നെ അതിനും ഒരു ട്രിക്ക് ഉണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതെല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സമ ഷഡ്ഭുജമാണ് തന്നിരിക്കുന്നത്, റെഗുലർ ഹെക്സഗൺ ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ഒന്നിടവിട്ട മൂലകൾ, അതായത് ഈ കോർണർ അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ട്രയാങ്കിള് ശ്രദ്ധിക്കുക, ഈ ത്രികോണം ഒരു സമഭുജ ത്രികോണമാണോ, ഈ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണോ എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിൾസും ഈക്വൽ ആയാൽ മതി, അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയാൽ മതി. ഓക്കെ, എല്ലാ വശങ്ങളും തുല്യം അല്ലെങ്കിൽ എല്ലാ കോണുകളും തുല്യമായാൽ എന്തായത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി. ഓക്കെ, സമഭുജ ത്രികോണമായി. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. ശ്രദ്ധിക്കുക, റെഗുലർ ഹെക്സഗൺ ആണ്. അതുകൊണ്ട് തന്നെ അതായത് സമ ഷഡ്ഭുജാണ്. അതുകൊണ്ട് വൺ ആംഗിൾ എത്രയുണ്ടാവും? ഒരു കോൺ എത്രയുണ്ടാവും? ഒരു കോൺ എത്ര ഡിഗ്രി ഉണ്ടാവും? സമഷഡ്ഭുജായതുകൊണ്ട് 120 ഡിഗ്രി. അതൊന്ന് പഠിച്ചു വെക്കണം കുട്ടികൾ. 120 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ അത് പഠിച്ചു വെക്കാം. പെന്റഗൺ ആണെങ്കിൽ 108 ഡിഗ്രി, ഇതാണെങ്കിൽ 120 ഡിഗ്രി. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായി പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ ഇത് എത്ര വരും? ഇത് 120 ഡിഗ്രി. ഇതെല്ലാം 120 ഡിഗ്രിയാണ്. ഇതും 120 വരും, ഇതും 120, ഇതും 120, ഇതും 120. അങ്ങനെ ഓരോന്നും നമുക്ക് 120 ഡിഗ്രി കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സൈഡും ഈക്വൽ ആണ്. ഈ വശവും തുല്യമാണ്. അതുകൊണ്ട് ഈ കോണും തുല്യമായിരിക്കും. ഈ ആംഗിളും രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യം. ആ നിയമം വെച്ചിട്ട് അങ്ങനെ വരുമ്പോ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ് ശ്രദ്ധിക്കണേ. അങ്ങനെ വരുമ്പോ ഇത് രണ്ടും കൂട്ടിയാൽ 60 കിട്ടുമല്ലോ. 60 കിട്ടേണ്ട കാരണം എന്താ? 150 120 കുറച്ചാൽ 60 അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 60. അത് രണ്ടും തുല്യ ആയതുകൊണ്ട് എത്ര വരും? അത് 30. അപ്പൊ ഇത് 30 വരും, ഇതും എത്ര വരും? 30. മനസ്സിലായല്ലോ? അതേപോലെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് എത്രയാണ്? 120 ഡിഗ്രി. ഓരോരോ ആംഗിൾ എല്ലാം അതെ 120 ഡിഗ്രി. ആ 120 അതേ നേരത്തെ പറഞ്ഞ അതേമാതിരി ഇത് 30 വരും, ഇതും 30. കാരണം എന്താ? ഈ വശവും റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് സമഷഡ്ഭുജ ആയതുകൊണ്ട് തുല്യം. അതുകൊണ്ട് ആ ആംഗിളും തുല്യം. അങ്ങനെ വരുമ്പം ഇത് ഫുൾ 120 വരുമല്ലോ. ഈ ഫുൾ 120 30 പോയാല് ബാക്കി ഇത് എത്ര കിട്ടും? 60. കറക്റ്റ് അല്ലേ? 60. ആ പ്രോപ്പർട്ടി ഇവിടെയും വെക്കാലോ. ഇത് 120 ആകുമ്പം ഇത് 120. അപ്പോ ഇത് 30, ഇതും 30. അപ്പോ ഇത് ഫുള്ള് 120. അപ്പൊ ഇതെത്ര? 60 ഡിഗ്രി. ഇതും എത്ര? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ട്രയാങ്കിളിനെ നമ്മൾ ABC എന്ന് എടുത്താല് നമ്മൾക്ക് പറയാൻ പറ്റും, ഇൻ ട്രയാങ്കിൾ ABC each angle equal to 60 ഡിഗ്രി. മലയാളത്തില് ത്രികോണം ABCയിൽ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? ഓരോ കോണും 60 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ത്രികോണം ABC ഒരു സമഭുജ ത്രികോണമാണ്. എത്ര സിമ്പിളായി നോക്കിയാൽ, സമഭുജ ത്രികോണം. ഇംഗ്ലീഷിലാണെങ്കിൽ ട്രയാങ്കിൾ ABC ഈസ് ഇക്വിലാറ്ററൽ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് മറക്കാക. ഇത് 120 ഡിഗ്രി വരേണ്ട കാരണം ഈച്ച് ആംഗിൾ ഇൻ എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി. ഇത് 30 വരേണ്ട കാരണം ഈ ട്രയാങ്കിളില്, ഈ മുകളിലത്തെ ത്രികോണത്തില് ഇതൊരു ഐസോസലസ് ആണ്, സമ പാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ഇതും തുല്യമായിരിക്കും. അങ്ങനെയാണ് 30 വന്നത്. ആ പ്രോപ്പർട്ടി തന്നെ ഇപ്പുറവും കിട്ടും, ആ പ്രോപ്പർട്ടി തന്നെ ഇവിടെയും കിട്ടും. ഈ പ്രത്യേകത ഇവിടെയുണ്ട്. അപ്പൊ ഉള്ളിലത്തെ എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചിത്രം വരച്ചിട്ട് ഇതേമാതിരി എഴുതുകയും ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ, ശരി.
ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമഷഡ്ഭുജമാണ് തന്നിട്ടുള്ളത്. 6 വശങ്ങളും തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഷഡ്ഭുജമാണ് തന്നിട്ടുള്ളത്. ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ ആണ്. അതിൻ്റെ 4 കോർണറുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചതുർഭുജം, ഈ ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്? റെക്റ്റാങ്കിൾ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സിമ്പിൾ ആണ്. അതായത് ചതുർഭുജം എന്ന് പറയുന്നത് അത് ചതുരമാണോ എന്ന് പ്രൂവ് ചെയ്യണം. നോക്കൂ കുട്ടികളെ, ഓരോ ആംഗിളും നിങ്ങൾക്ക് എത്ര അറിയാം? നേരത്തെ പറഞ്ഞ പോലെ 120 ഡിഗ്രി. അപ്പോൾ റെഗുലർ ഹെക്സഗണില് നേരത്തെ എഴുതിയ അതേമാതിരി തന്നെ ഈച്ച് ആംഗിള് എത്ര വരിക? ഈച്ച് ആംഗിൾ 120 ഡിഗ്രി. അതായത് സമഷഡ്ഭുജത്തില് ഓരോ കോണും എത്ര വരും? ഓരോ കോൺ 120 ഡിഗ്രി. അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. അപ്പൊ എല്ലാം 120 ഡിഗ്രിയാണ്. ഇത് 120 ഡിഗ്രിയാണ്, ഇത് 120 ഡിഗ്രിയാണ്, ഇത് ഫുൾ 120 ഡിഗ്രിയാണ്, ഇത് ഫുൾ 120 ഡിഗ്രിയാണ്. അപ്പൊ ഇതും അതേമാതിരിയാണ്. നോക്കൂ കുട്ടികളെ, ഈ സൈഡും തുല്യാണ്. ഈ സൈഡ്, കാരണം എന്താ? അത് റെഗുലർ ഹെക്സഗണാന്ന്, സമഷഡ്ഭുജാന്ന് തന്നിന്, അതുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും, ശ്രദ്ധിക്ക്, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ അത് എത്ര വരും? 180 120 വെച്ചാൽ 60 വരും. 60 വരുമ്പോ എത്ര വരും? 30. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ കിട്ടിയല്ലോ, 30 കിട്ടിയല്ലോ. ഇനി നോക്ക് നിങ്ങള്, ഈ ഫുൾ ആംഗിൾ 120 ആണല്ലോ. അപ്പോ ഈ ആംഗിൾ മാത്രം എത്ര വരും? ഇത് മാത്രം എത്ര വരും? 90 ഡിഗ്രി വരൂല്ലേ? ഇത് ഫുള്ളല്ലേ 120. അപ്പൊ അതേമാതിരി ഇത് 120 ആകുമ്പം ഇത് 30 വരും. അപ്പൊ ഇത് ബാക്കി എത്ര വരും? 90. ഇത് 30 വന്നാല് ഇപ്പുറത്തെ എത്ര വരും? 90. ഇത് 30 വന്നാൽ ഇതും എത്ര വരും? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. കൂടാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇതാ ഈ സൈഡും ഈക്വലും ആണ്. ഇത് 2 വശവും തുല്യങ്ങൾ കൂടിയല്ലേ? കാരണം എന്താ? ഈ സൈഡും ഈക്വൽ ആവുന്നത്. ഇതൊരു സമഷഡ്ഭുജാണ്, എല്ലാ വശങ്ങളും തുല്യാണ്. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും ഈ സാധനം ഇതിന്റെ പേര് നമുക്ക് വിളിക്കാം ABCD. നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ. ഇതിനെ നമുക്ക് ആംഗിൾ എ എന്ന് വിളിച്ചാൽ ഓരോ ആംഗിളും ഇങ്ങനെ നമുക്ക് എഴുതാം. ABCD ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD ഈച്ച് ആംഗിൾ എത്ര പേരില്? ഈച്ച് ആംഗിള് 90 ഡിഗ്രി. ഓരോ കോണും 90 ഡിഗ്രി വരും. അതായത് ചതുർഭുജം ABCDയിൽ ഓരോ കോണും എത്ര വരിക? ഓരോ കോണും 90 ഡിഗ്രി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എഴുതാം. ഈ വശം തുല്യമാവണം നിർബന്ധമൊന്നുമില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം ഇതെന്താണ്? ഇതൊരു ചതുരമാണ്. ABCD ഒരു ചതുരമാണ്. ABCD ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 90 ഡിഗ്രി ഓരോന്നാന്ന് കണ്ടുപിടിച്ചാല് റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടും. നേരത്തെ ചോദ്യത്തില് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് കിട്ടാൻ അതിന്റെ ഓരോ കോണും ഓരോ ആംഗിളും 60 ഡിഗ്രി ആണെന്നാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞതെല്ലാം ചിത്രം വരച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിലെന്താ പറഞ്ഞത്? 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകകോണും പുറകോണും കണക്കാക്കുക. 15 വശങ്ങളുള്ള 15 സൈഡഡ് പോളിഗണിന്റെ റെഗുലർ പോളിഗണിന്റെ ഈ ഓരോ ഇന്നർ ആംഗിളും കാണുക, ഓരോ ഔട്ടർ ആംഗിളും കാണുക, ഓരോ അകകോണും കാണുക, ഓരോ പുറകോണും കാണുക. എത്ര സൈഡാന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ n സമം നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ശ്രദ്ധിക്ക, n സമം 15 വശങ്ങൾ അല്ലെങ്കിൽ 15 സൈഡുകൾ. ഓക്കെ. എന്നിന് നമ്പർ ഓഫ് സൈഡ്സിനെയാണ് നമ്മൾ n എടുക്കുക. അപ്പൊ നമ്മൾക്ക് 15 സൈഡ് ഉണ്ട്. ടോട്ടൽ ഔട്ടർ ആംഗിൾ എത്ര?
ടോട്ടൽ ഔട്ടർ ആംഗിള്, പുറകോണിന്റെ തുക നമുക്ക് എത്ര കിട്ടും? പുറകോൺ തുക എല്ലാ പുറകോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? അത് കോൺസ്റ്റന്റ് ആണ്, 360 ഡിഗ്രിയാണ്. അപ്പൊ 360 ഡിഗ്രി ടോട്ടൽ പറഞ്ഞാൽ എത്ര? 15 സൈഡിലും ഓരോ പുറകോൺ ഉണ്ടാവും. അപ്പൊ ഒരു പുറകോൺ എത്ര വരും? 1 ഔട്ടർ ആംഗിൾ എത്രയാ കിട്ടുക? 1 ഔട്ടർ ആംഗിള് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 15. 360 ഡിഗ്രിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ കാരണം? 15 സൈഡുള്ളതിന് 15 പുറകോൺ ഉണ്ടാവും, 15 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. അപ്പം 15 എണ്ണം കൂടെ കൂട്ടിയാൽ 360 കിട്ടുക. എല്ലാ അകകോണും പുറകോണും തുല്യാണ്. കാരണം എന്താ? റെഗുലർ ആണ്, എന്താ പറയാ, ബഹുഭുജം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 360നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 30, ബാക്കി നമുക്ക് 60 4, 24 ഡിഗ്രി കിട്ടും. എന്ത്? ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാല് ഒരു പുറകോൺ. ഒരു പുറകോൺ നമുക്ക് കിട്ടുന്നത് എത്ര? 24 ഡിഗ്രി. അപ്പോ ഇനി ഒരു അകകോൺ കിട്ടുമല്ലോ. ഒരു അകകോൺ നമുക്ക് എത്ര കിട്ടും? അകകോണും പുറകോണും കൂട്ടിയാൽ 180 അല്ലേ? അപ്പൊ ഒരു അകകോൺ എത്ര കിട്ടും? 180ൽ നിന്ന് 24 ഡിഗ്രി കുറച്ചാൽ മതി. 180 ഡിഗ്രിയിൽ നിന്ന് 24 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അത് 156 ഡിഗ്രി കിട്ടും. ഓക്കെ, 156. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരായി 1 ഇന്നർ ആംഗിള് ഈക്വൽ ടു എത്ര? 156 ഡിഗ്രി എന്ന് കിട്ടിയത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ടോട്ടൽ സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മള് ടോട്ടൽ സൈഡ് റെഗുലർ പോളിഗണിന്റെ സമബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം കിട്ടിയാൽ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത് ഔട്ടർ ആംഗിളിനെയാണ്. ഓക്കെ, ഇന്നർ ആംഗിളിനല്ല, ഔട്ടർ ആംഗിൾ, പുറകോണിനെയാണ് നേരെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 360നെ സൈഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പുറകോൺ കിട്ടും. അപ്പൊ 180 പുറകോൺ കുറച്ചാൽ അതിന്റെ അകകോണായി. സിമ്പിൾ, കഴിഞ്ഞു. ഓക്കെ, എട്ടാമത്തത്, ഒരു സമബഹുഭുജത്തിന്റെ ഒരു പുറകോൺ 20 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു 1 ഔട്ടർ ആംഗിൾ ഈസ് 20 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഇറ്റ്സ് ആർ? എത്ര സൈഡുകള് അതിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുക, എത്ര സൈഡ് ഉണ്ട് കണ്ടുപിടിക്കാൻ 1 ഔട്ടർ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ ആംഗിൾ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 360നെ സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360നെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആരെ കിട്ടും? നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് കിട്ടും. അതേമാതിരി വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. പുറകോൺ കണ്ടുപിടിച്ചത് നമ്മൾ ചെയ്തതാണ്. അതേപോലെ അതന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ വശങ്ങള് സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360നെ ശ്രദ്ധിക്ക 1 ഔട്ടർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 ഔട്ടർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 360 ബൈ ഒരു പുറകോൺ. കഴിഞ്ഞു, ഒരു പുറകോൺ. അപ്പൊ 360നെ ഒരു പുറകോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? വശങ്ങളുടെ എണ്ണം കിട്ടും. വശങ്ങളുടെ എണ്ണം കിട്ടിയാല് ഒരു പുറകോൺ കണ്ടുപിടിക്കാൻ 360നെ വശങ്ങളെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, സൈഡ്സിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? ഒരു ഔട്ടർ ആംഗിള് 20 ഡിഗ്രി. അപ്പൊ 360 ബൈ 20, 0 കട്ട് ചെയ്യുക. അപ്പൊ 36/2 വരും. നമുക്ക് ഉത്തരം 18 സൈഡ്സ്, അതായത് 18 വശങ്ങൾ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇത് ഓർമ്മിക്കണം കുട്ടികളെ. 360നെ സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഔട്ടർ ആംഗിള്, 360നെ ഔട്ടർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താല് സൈഡ്സ്. 360നെ വശങ്ങൾ കൊണ്ട് ഹരിച്ചാല് ഒരു പുറകോൺ, 360നെ ഒരു പുറകോൺ കൊണ്ട് ഹരിച്ചാല് നമുക്ക് എന്ത് കിട്ടും? വശങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ, ഉത്തരമായല്ലോ. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് കമന്റ്സിൽ അറിയിക്കുക. അതിന്റെ റെമഡി അല്ലെങ്കിൽ അതിന്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പുതിയ ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ബൈ.